ഉസ്താദേ, ഞാൻ ദുആ ചെയ്തിട്ട് എൻ്റെ കടം മാറുന്നില്ലല്ലോ, എൻ്റെ രോഗം മാറുന്നില്ലല്ലോ, എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും മാറുന്നില്ലല്ലോ. എടാ, നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണില്ല. അതുകൊണ്ടാ വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നില്ലേ? എടാ, ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും മൂന്നാലൊരു കാര്യം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ കൈ ഉയർത്തിയിട്ട് താഴ്ത്തുമ്പോ എന്തെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും. മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന്, നീ ദുആ ചെയ്ത കാര്യം തന്നെ അല്ലാഹു തരും. ചിലപ്പോൾ നീ ചോദിക്കുന്നത് തന്നെ അല്ലാഹു തരാം. നീ എന്താണോ ചോദിച്ചത് അത് തന്നെ റബ്ബ് തരും. അല്ലെങ്കിൽ രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കും. നീ ചോദിക്കുന്ന അല്ലാഹു തരൂല്ല, പരലോകത്തേക്ക് മാറ്റിവെക്കും. പരലോകത്തേക്ക് മാറ്റിവെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുമ്പോൾ ചില നന്മകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അപ്പൊ ചോദിക്കുക, എന്താ അല്ലാഹ് പടശ്ശുനി, ഇത് ഞാൻ ചെയ്തൊന്നും അല്ലല്ലോ. അപ്പോഴാ പറയണത്, നീ ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തില്ലേ, ആ ദുആയാ. നീ ദുനിയാവിൽ വെച്ച് ചോദിച്ചിട്ട് അന്ന് കിട്ടിയില്ല, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാ. ഈ സമയത്ത് മനുഷ്യൻ പറയുമത്ര, എൻ്റെ ദുആ ഒന്നും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അവിടെ കിട്ടും. ഒന്നുകിൽ ദുനിയാവിൽ വെച്ച് കിട്ടും, ഇല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും. ഇനി ദുനിയാവിലും ഇല്ല ആഖിറത്തിലും ഇല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, നീ ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറെങ്കിലും അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കൈ പൊക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒന്ന് അല്ലാഹു തന്നിരിക്കും. അതാ അല്ലാഹു അങ്ങനെ മാന്യന. നീട്ടി വരുന്നവനെ നീയേ ഗേറ്റ് അടയ്ക്കത്തുള്ളൂ. ഇപ്പൊ മദ്രസ ഈ ഇടിഞ്ഞു വീഴാൻ കിടക്കണ മദ്രസയുടെ പിരിവായിട്ട് നീട്ടി വരുമ്പോ നീ എന്ത് പറയും? കഥ കടച്ചിട്ടില്ല എന്ന് പറയാൻ, ഉറങ്ങുക എന്ന് പറയാൻ, പുറത്തു പോയി എന്ന് പറയാൻ. ബക്കറ്റും കൊണ്ടുവരുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കും. ചോദിച്ചാൽ പറയും ഒന്നുമില്ല എന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളെങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെന്ന് പോക്കറ്റിൽ വെച്ചിട്ട് ഉറങ്ങും, ഇല്ലേ? ബക്കറ്റുമായിട്ട് വരുമ്പോൾ പോക്കറ്റിൽ വെച്ച്. നമ്മളാരെന്നറിയോ? അള്ളാടെ പള്ളിക്കകത്ത് വെള്ളിയാഴ്ച പോയിരിക്കും, ഇല്ലിപ്പോ ബാലിന്റെ സദസ്സിൽ ബക്കറ്റുമായിട്ട് വരുമ്പോ 100 രൂപയുടെ നോട്ടെടുത്ത് ബക്കറ്റിനകത്തിട്ടിട്ട് 90 തിരിച്ചു വരും. 10 അള്ളാഹിക്കും. ഇതാ നമ്മളെങ്ങനെ? എങ്കിൽ അല്ലാഹ് അങ്ങനല്ല. അള്ളാടെ മുന്നിൽ ആര് കൈനീട്ടിയാലും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വെറുതെ മടക്കൂല. ഈ മൂന്നാല് എന്തെങ്കിലും അള്ളാഹുവിന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ വഅദിന്റെ സദസ്സിൽ ദുനിയാവിലെ സ്വർഗ്ഗമാണ്. ഈ സ്വർഗ്ഗത്തിൽ ഇരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗത്തിലെ പടരപടാ ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടണേ. അതിന് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയലാ നല്ല വഴി. എന്തിനാ പറയുന്നതെന്നറിയോ? കള്ള് കുടിക്കുന്നവനോട് തൗബ ചെയ്യാ പറയുന്നത് വെറുതെയല്ല. വ്യഭിചരിച്ചവനോട് തൗബ ചെയ്യാ പറയുന്നത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മരണം വരുന്നതിന് മുമ്പേ നിങ്ങൾ തൗബ ചെയ്യടേ. നിങ്ങൾ തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. സഹോദരാ, എപ്പ ഏത് രീതിയിലാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. അതാ മരണം അടുത്തു എന്ന് മനസ്സിലായാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തൗബ പിന്തിപ്പിക്കല്ലേ. തൗബ ചെയ്താ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് യുവത്വത്തിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസ് എന്ന് പറയുന്ന സ്വഹാബി വന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, പോ മായിസേ,
കേൾക്കാത്തതുപോലെ അള്ളാന്റെ റസൂല് പറഞ്ഞു മായിസേ നീ പോ. പടച്ചവനെ എന്തേ കാരണമെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു വിടാനുള്ള കാരണം നീ പോയി തൗബ ചെയ്യൂ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അവിടെ നിന്ന് കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ. പക്ഷേ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എന്നെ ശുദ്ധീകരിക്കണം നബിയേ. റസൂലുള്ളാഹ് പറഞ്ഞു, എന്തോ വിളിച്ചു പറയുന്നു മായിസ്, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ. സ്വഹാബികൾ പറഞ്ഞു മായിസ് കള്ളു കുടിക്കാറില്ല. മൂന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് മായിസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കുള്ള ശിക്ഷ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം, എനിക്കറിയാ നബിയേ. ഇവരുടെ മുന്നിലൊക്കെ ഞാൻ നാണം കെടും നബിയേ. എന്നിട്ടും ഞാൻ വന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. പടച്ചവനെ ഇവിടത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ കഴിയുമല്ലോ. ഇതിന് മരണത്തോടുകൂടി ഒരു അവസാനമുണ്ടല്ലോ. പക്ഷേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വ്യഭിചാരിയെ പോലെ, വൃത്തികെട്ടവരെ പോലെ, നരകത്തിന്റെ അവകാശിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാതിരിക്കും പേടിയാ നബിയേ. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറയടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് ചെയ്തു പോയ പാപം ഏറ്റു പറഞ്ഞിട്ട് അവിടെ നിന്ന് പടച്ചവനെ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാണെന്നറിയോ? മോനെ, അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ സഹോദരാ. അതുകൊണ്ട് ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് ഞാനൊരു ഓർമ്മപ്പെടുത്തലാ. പാപം ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് പാപം ചെയ്യുന്നവരുണ്ട്. ഇന്നുവരെ ആരും കണ്ടിട്ടില്ല, ഇന്നുവരെ ആരും അറിഞ്ഞിട്ടില്ല, ഇന്നുവരെ ഒരാളും പിടിച്ചിട്ടില്ല. അത് നിന്റെ കഴിവല്ലടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, അത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്. അതുകൊണ്ട് റബ്ബ് നിന്നോട് കരുണ കാണിക്കുന്നതാണ്. നിന്റെ മക്കളെ ഓർത്തിട്ട്, നിന്റെ കൂടപ്പിറപ്പുകളെ ഓർത്തിട്ട്, പടച്ചവരെ നിന്റെ മാതാപിതാക്കളെ ഓർത്തിട്ട് അല്ലാഹു കരുണ കാണിക്കുന്നതാ. എങ്കിലും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 3 പ്രാവശ്യം കഴിഞ്ഞാ നീ സൂക്ഷിക്കടേ. 3 പ്രാവശ്യം കഴിഞ്ഞാ നീ സൂക്ഷിക്കടേ. 1 വട്ടം ചെയ്തു പിടിച്ചില്ല, 2 വട്ടം ചെയ്തു പിടിച്ചില്ല, 3 വട്ടം ചെയ്തു പിടിച്ചില്ല. മോനെ, പിന്നെ ചെയ്യുമ്പോ നീ സൂക്ഷിച്ചോ, നീ ചെയ്യുമ്പോ സൂക്ഷിച്ചോ. 3 കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിന്നെ പിടിക്കപ്പെടുമടാ. പെങ്ങളെ, ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനെ വീടിന്റെ കത്ത് കയറ്റുന്ന പെണ്ണ്, കറങ്ങി നടക്കുന്ന പെണ്ണ്, പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നില്, അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് ദുആ ചെയ്യുമ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞു ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റു പറഞ്ഞു. എന്തേ പ്രതിഫലമെന്നറിയോ? എന്തേ പ്രതിഫലമെന്നറിയോ? സഹോദരാ, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പലർക്കും എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ. 1 മണിക്കൂറൊന്നും ദുആ ചെയ്യണ്ട. പറയുന്നതൊരു ചെറിയ വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ അല്ലാഹു അവിടെ നിന്ന് സ്വീകരിക്കുമല്ലോ.
ഒരു ചരിത്രം പറയട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, വെള്ളമില്ല നബിയേ, വെള്ളക്ഷാമമാണ് നബിയേ, നാൽക്കാലികൾക്ക് പോലും കുടിക്കാ വെള്ളമില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ വന്ന് പറയുമ്പോ മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറ്. അവിടെ ഒരു ദിവസം പറയുകയാണ്, നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടണേ. അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ടിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് വന്നിരുന്നു. എന്നിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് മഴ തരണേ, അല്ലാഹ് മഴ കിട്ടുന്നതിന് വേണ്ടി പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല, മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല. അതാ മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ അതാ പറയുന്ന മൂസ നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ. കാരണമെന്തേ ജിബ്രീൽ, കാരണമെന്തേ ജിബ്രീൽ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയില്, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയില് 40 കൊല്ലമായിട്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. അവൻ 40 വർഷമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്നവനാ. അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ 70,000-ഓളം വരുന്ന ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാ. ആരാ? അല്ലാഹ്. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യുകയില്ല. പടച്ചവനെ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? അല്ലാഹ്. 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ മനുഷ്യരാരോ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ആ കൂട്ടത്തിൽ അവനുമുണ്ട്, ആ കൂട്ടത്തിൽ അവനുമുണ്ട്. അവൻ ചിന്തിച്ചു, അല്ലാഹ്, എന്നെ കുറിച്ചാണല്ലോ പടച്ച റബ്ബേ ഈ പറയുന്നത്. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാഹ്, എല്ലാരും അറിയുമല്ലോ അല്ലാഹ്. എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ, എഴുന്നേറ്റ് പോകാതെ ഇരുന്ന പടച്ചവനെ മഴ വരില്ലല്ലോ അല്ലാഹ്. ഞാൻ ഇത്രയും വലിയ മോശക്കാരനാണോ അല്ലാഹ്? ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ തലയതാ മുട്ടുകളിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. 2 കാലുകളുടെ മുട്ടുകളുടെ മുകളിൽ തന്റെ തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ തന്റെ കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ. എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്തത് മുഴുവനും പാപമാ അല്ലാഹ്. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്. അടുത്തിരുന്നവരെ പോലും അറിഞ്ഞില്ല, ഒരാളും കേൾക്കാതെ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, ഇനി ഒരിക്കലും നിന്നെ മറന്നു നടക്കില്ല തമ്പുരാന്. അല്ലാഹ്, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. എന്റെ ദുആ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാഹ്.
ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘം വരികയാ, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. പടച്ചവരെ, നാളുകൾക്ക് ശേഷം മഴ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ ഓടുകയാണ്. പടച്ചവനെ, മൂസാ നബി ചിന്തിച്ചു, അല്ലാഹ് ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. പിന്നെ മഴ വരുന്നല്ലോ അല്ലാഹ്, പിന്നെ എങ്ങനെയാണ് മഴ വന്നത്? അപ്പോഴാണ് പറയുന്നത്, നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ സന്തോഷത്തിലാ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിലാണ് അല്ലാഹു മഴ വരുന്നതെന്നും അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് നിലവിളിക്കണ്ട. പറയുന്നത് ഒരു വാക്കാണെങ്കിൽ അതിനകത്ത് ഇഖ്ലാസ് വേണം. ആത്മാർത്ഥമായിട്ട് പറയൂ, ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പറയൂ. ജീവിതത്തിൽ പറ്റിപ്പോയത് പറയേണ്ടത് അങ്ങനെയാണ്. വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല, വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. അല്ലാഹുവോട് പറയണം, പടച്ചവരെ, നിന്നെക്കാലം പൊറുക്കുന്ന ഒരാൾ ഈ ദുനിയാവിലില്ല അല്ലാഹ്. നീ ഗഫൂറാണ് അല്ലാഹ്, നീ റഹീമാണ് അല്ലാഹ്, നീ കരുണക്കടലാണ് അല്ലാഹ്, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. അതുകൊണ്ട് റബ്ബേ, പറ്റിപ്പോയതാണ് നാഥാ, എന്റെ പാപം പൊറുക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ, അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ. ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്ത് സലാം പറഞ്ഞു സ്വലാത്ത് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ പോകുന്ന വഴിയിൽ മരിച്ചാൽ, ഈ പോകുന്ന വഴിയിൽ നീ എങ്ങാണം മരിച്ചു പോയാ, നാളെ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവരുമല്ലോ. അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ പള്ളിയുടെ പുറകിൽ കാണുന്ന ആ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ ഖബറാളികൾക്ക് പെരുന്നാളിന്റെ സന്തോഷമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്തെന്നറിയോ? നീ പോകുന്നത് കാരണമാ, നീ പോകുന്നതിന് കാരണമാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എടാ ചെറുപ്പക്കാരാ, തൗബ ചെയ്തിട്ടാണോ മരിക്കുന്നത്? പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടാണോ മരിക്കുന്നത്? എടാ, നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവരുണ്ടല്ലോ, നിന്റെ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്നവരുണ്ടല്ലോ, നിനക്കല്ല തരുന്ന പ്രതിഫലമല്ല, നിനക്കല്ല തരുന്ന പ്രതിഫലമല്ല. നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതാ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരികയാ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുആ ചെയ്യുമല്ലോ, നമ്മളെല്ലാവരും ദുആ ചെയ്യുമല്ലോ. എങ്കിൽ പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ, നിന്റെ സഹോദരൻ നിന്റെ കൂടെ ഇല്ലാത്തപ്പോ പടച്ചവനെ മുന്നിലിരിക്കുമ്പോ ദുആ ചെയ്യുമല്ലോ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഇരിക്കണ ഉസ്താദന്മാർക്കും സംഘാടകർക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യും. കാരണം ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം എനിക്കറിയുന്ന ഒരാൾ സ്റ്റേജിൽ ഇരുന്നാൽ അയാൾക്ക് ഞാൻ പേര് പറഞ്ഞ് ദുആ ചെയ്തില്ലെങ്കിൽ ഓനെന്ത് വിചാരിക്കും? ഇങ്ങനെയല്ല. നിന്റെ സഹോദരൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് ആരാണോ അവന് വേണ്ടി ദുആ ചെയ്യുന്നത്, അവൻ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഉദാഹരണം പറഞ്ഞ, നീ വീടിനകത്തിരുന്ന് ദുആ ചെയ്യുമ്പോൾ നീ പറയണം, അള്ളാഹുവേ എൻ്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ എൻ്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. എൻ്റെ കൂട്ടുകാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. എൻ്റെ കടയിലെ മുമ്പിൽ കടയിട്ടിരിക്കുന്നവന് ബർക്കത്ത് ചെയ്യണേ എന്ന് നീ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യോ? അള്ളാഹുവേ എൻ്റെ അയൽവാസി യതീംഖാനയിലാകണേ അല്ലാഹ്. നമ്മളതേ പറയത്തുള്ളൂ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊത്തുവാള എടുക്കണം പടച്ചവനെ. അവൻ്റെ എല്ലാം കട പൂട്ടണം തമ്പുരാനെ. ഇതാ നമ്മുടെ ദുആ. എടാ, നീ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ ഇല്ലാത്തപ്പോൾ നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്യും. അവൻ ഇല്ലാത്ത സമയത്ത് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ബന്ധം ഉണ്ടാകണം. ഇവിടെ സ്വന്തം കൂടപ്പുറപ്പിന് ചെയ്യണില്ലല്ലോ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ചങ്ങാതി ബക്കറ്റും പിടിച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുക. ഇങ്ങ് രണ്ടുപേരും ഇങ്ങ് പാടും. ഈ പാവങ്ങൾ ഇരിക്കണിട്ട് എനിക്ക് പറ്റുന്നില്ല. ഇങ്ങ് വാ ഇൻഷാ അല്ലാഹ്. അങ്ങോട്ട് കയറി ഇരിക്കുക. അൽഹംദുലില്ലാ. ഇവിടെ ഇരുന്ന ബക്കറ്റ് ഇവിടെ വെച്ചോ, ഞാൻ കൊണ്ടുപോയിക്കോളാം ഇൻഷാ അല്ലാഹ്. അവിടെ വെച്ചേരെ, എല്ലാം അവിടെ വെച്ചേരെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെ വാതിലേക്ക് അവിടെ ഇരിക്കുക. അൽഹംദുലില്ലാ. ഇരുന്നോ. വാറും ഇങ്ങോട്ട് പാടും ചങ്ങായി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ വേണോ അവസാനം വേണോ? പറയട്ടെ, ഇതെപ്പോ എടുക്കണം? ഇതെപ്പോഴാ എടുക്കണ്ടേ? അവസാനം എടുക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു ഇരുന്ന് പറഞ്ഞോട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ചെറുതായിട്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക്, കുഴപ്പമില്ല. ഈ ഉറക്കമൊന്നും ഇല്ലല്ലോപ്പാ, യാത്രയില്ല ഫുൾ. ഇന്ന് രാവിലെ ഇറങ്ങിയതാ, നല്ല യാത്ര. ഇരുന്നോട്ടെ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞങ്ങായിമാരെ, എപ്പോഴെവിടെ വെച്ചാൽ മരിക്കണേന്നറിയില്ല. അള്ളാഹു നല്ല മരണം തരുമാറാകും. ആമീൻ പറ. കാരണം നീ എപ്പോഴാ മരിക്കണേന്ന് നിനക്കറിയോ? അറിയോ? പക്ഷെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിനക്ക് ഖബർ വെട്ടാൻ സമയമായെന്ന്. നിങ്ങൾ പലർക്കും ആമീൻ പറയാൻ തന്നെ മടി. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നിന്റെ സമയമായെന്ന്. ഉസ്താദിന് വല്ല മന്ത്രവാദമൊന്നും വേണ്ട. മരണത്തിന് അടയാളം ഉണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം നോക്കിയ മനുഷ്യന്മാർ. മരണത്തിന് അടയാളം ഉണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ പറഞ്ഞുതരട്ടെ. നിന്റെ തലയിലെയും താടിയിലെയും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഴിവെട്ടാൻ സമയമായി. എടാ, തലയിലെയോ താടിയിലെയോ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പോകാൻ സമയമായി. ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അടയാളായില്ലേ? ഇതായിരിക്കണല്ലേ. എന്നെ നോക്കുവാണെങ്കിൽ മൊത്തം നരച്ചിരിക്കുക. അതാ തലയും മുടി മൊത്തം നരച്ച് വയല് വെച്ചിട്ടിരിക്കുക. നിങ്ങൾ ചിരിക്കണ്ട. നിനക്ക് നരച്ചില്ലേ മുടിയൊക്കെ? മുടി നരച്ചു കഴിഞ്ഞാൽ ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് നന്മ വേണോ? 140 കോടി നന്മ വേണ്ടവര് കൈവക്ക്. ഇന്ന് ലോകത്ത് 140 160 കോടി മുസ്ലിമീങ്ങളുണ്ട്. പൈസ ഇല്ലാതെ പ്രതിഫലം എഴുതാം. വേണോ? കൈവക്ക്. 160 കോടി നന്മ കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചെയ്യണ്ടേ? ഇതൊക്കെ നാളെ വായിക്കാൻ റബ്ബേ. ഇത് നിയമസഭയെ വായിക്കേണ്ട സാധനം. കൈ താഴ്ത്തിയിട്ടോ. നിങ്ങൾ ഇവിടെ വയലേക്ക്. 160 കോടി നന്മ വേണോ? നേരെ പറ. വേണോ? ഒരു ദുആ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
എന്ത് ദുആ ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാ എനിക്ക് പണം താ, അല്ലാ എനിക്ക് വീട് താ, അല്ലാ എനിക്ക് ജോലി താ, അല്ലാ എൻ്റെ മക്കളെ കെട്ടിക്കല്ല. ഇത് മാത്രം നീ നിന്റെ കാര്യം മാത്രമേ പറയൂ. നമ്മൾ ദുആ ചെയ്യുന്ന സമയം നമ്മുടെ കാര്യം മാത്രമേ പറയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്കിൽ നിന്റെ കൂട്ടുകാരനും നിന്റെ കുടുംബക്കാരനും നിന്റെ കൂടപ്പിറപ്പും നിന്റെ കൂടെ ഇല്ലാത്തപ്പോ നീ അവിടെ നിന്ന് ദുആ ചെയ്യണം. അല്ലാ അവന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, എനിക്ക് തന്നതുപോലെ അവനും കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യണം സഹോദരാ. പ്രിയപ്പെട്ട പെങ്ങളെ, നീ ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ അയൽവാസിയുടെ കാര്യം കൂടെ പറയാ മറന്നു പോകല്ലേ. പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നീ മരണപ്പെടുമ്പോ ഇന്ന് സ്റ്റേജിലെത്തിയിട്ട് നീ മഹാനാണെന്ന് പറയാൻ ആളുണ്ട്. പക്ഷേ ഇപ്പോഴല്ല പറയിപ്പിക്കേണ്ടത്, ഇപ്പോഴല്ല നീ മഹാനെന്ന് പറയിപ്പിക്കേണ്ടത്. എടാ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞാ നീ മഹാരാ. നീ മരിച്ചു കിടക്കുമ്പോ 40 പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ കേട്ടോ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ അവരുടെ അയൽവാസികളായ 4 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? എടാ, ഒരാൾ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ നീ മരിക്കുമ്പോ നിന്റെ വീടിന്റെ അയൽവാസികളായ 4 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. പറയോ? ഒന്നും മരിച്ചു കിട്ടിയല്ലോ അല്ലാ ഇവള്, ഇത് നമ്മുടെ അയൽവാസികൾ പറയാ. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്ത് ഇന്ന് എത്ര മുസ്ലിമീങ്ങളുണ്ടോ അത്രയും മുസ്ലിമീങ്ങളുടെ ഓരോ മുസ്ലിമിന് അനുസരിച്ച് 140 160 ഇനി എത്ര കോടി മുസ്ലിമീങ്ങളുണ്ടോ അവരുടെ തലക്കനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം തരും. എന്ത് ദുആ ചെയ്യണം? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. നീ എപ്പോ ദുആ ചെയ്താലും എന്ത് ചെയ്യണം? ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ്. നിന്റെ കാര്യം മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് ദുആ ചെയ്യ്. സർവ്വ മുസ്ലിമിന്റെ തലയെണ്ണം എടുത്തിട്ട് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ, നമുക്ക് അസൂയ. പടച്ചോനെ, അവനും ഞാനും ചെയ്യുന്നത് ഒരേ ജോലി, ഓൻ വീട് കെട്ടി, ഞാൻ ഇപ്പോഴും വാടക വിട്ടില്ല. നമ്മളെങ്ങനെ മറ്റുള്ളവൻ അല്ലാഹു കൊടുക്കുന്ന നിഅമത്ത് കാണുമ്പോ എന്തിനാ പെങ്ങളെ അസൂയ? എന്തിനാണ് കുശുമ്പെന്തിനാണ്? എന്തിനാ പെങ്ങളെ? ഒരു നേട്ടവുമില്ലല്ലോ. അല്ലാഹുവേ, അസൂയ വെക്കാൻ പാടില്ല. ഒരാളോട് നമുക്ക് എന്തിനാ അസൂയ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈയിടെ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ അല്ലാഹു എന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം എഴുതി വെച്ചിരിക്കുക. ഇന്നലെ ഞാനൊരു ഒരു അമുസ്ലിമായ സഹോദരനെ, ഇന്നലെ വലിയ തടിക്കച്ചവടക്കാരനാ, ഇന്നലെ ഞാനൊരു വലിയൊരു ഗുണപാഠം പഠിച്ചു. വലിയ കോടീശ്വരനായ ഒരാളെ ഇന്നലെ ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. 1-ാം തീയതി പുതിയ ബെൻസ് എടുക്കുന്നുണ്ട് അദ്ദേഹം. 1-ാം തീയതി അദ്ദേഹത്തിന് പുതിയ ബെൻസ് ബുക്ക് ചെയ്തു. 1-ാം തീയതി കിട്ടും. അപ്പൊ അദ്ദേഹം ഇന്നലെ ഒരു ഫോർച്യൂണർ 10-24 ലക്ഷം രൂപ കൊടുത്തിട്ടൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നിയേട്ടാ, 1-ാം തീയതി 2-3-4 ദിവസം കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരു ബെൻസ് എടുക്കല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത് എടുക്കണേന്ന്? അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അതിന് അതുവരെ ജീവിച്ചിരിക്കുമെന്ന് ആര് കണ്ടെന്ന്. 1-ാം തീയതി വരെ ബെൻസ് വരുമ്പോ ഞാൻ ഉണ്ടെങ്കിലല്ലേ ബെൻസ് ഇരിക്കാൻ പറ്റൂ. പക്ഷെ ഇന്ന് ഇതിനകത്ത് കയറി അതാ മനുഷ്യ ചിന്തിക്കേണ്ടത്. അവിടെ നമ്മളതല്ലേ ചിന്തിക്കണത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ വെള്ളിയാഴ്ച എൻ്റെ പള്ളി വരണമെന്ന്. കാരണം നാട്ടുകാരെ മൊത്തം ഞാൻ ഒന്ന് വിളിച്ചിരുത്താം, പൈസ തരാത്തമാർക്കൊക്കെ ഒരു ഉപദേശം കൊടുക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരെ എവിടെയും കൊണ്ടുവരണം. നമ്മൾ ആലോചിക്കേണ്ടതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഇപ്പൊ അള്ളാഹു എനിക്ക് കിട്ടാനുള്ള റിസ്ക് അള്ളാഹ് എഴുതി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ വയലിന് വന്നു. സത്യത്തിൽ വയലിന് വന്നതല്ല, ഇവിടെ ഒരു വീട്ടിൽ ഇത്തിരി ബിരിയാണി എഴുതിയിട്ടുണ്ടായിരുന്നു, അത് തിന്നാൻ വന്നേ ഞാൻ. എടാ, എന്റെ പേര് ആ അരിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കൊടുത്തില്ല.
ഞാൻ ആകെ എടുത്ത് ഇത്തിരി ബിരിയാണി, ഇത്തിരി മന്തിച്ചോറ് രണ്ടും കൂടി ഇത്തിരി വാരിയിട്ട് തിന്നു. അതിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നു. ആ ചോറ് നിങ്ങൾ തിന്നുവോ? പറയടോ, നിങ്ങൾ തിന്നുവോ? നിങ്ങൾ തിന്നുവോ? അല്ലെ, എൻ്റെ പേരെഴുതി നിങ്ങൾ തിന്നുവോ? നിന്റെ പേരെഴുതിയത് ഞാൻ തിന്നുവോ? പറ, തിന്നുവോ? നിനക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടേണ്ട നിങ്ങൾക്ക് കിട്ടുമോ? പിന്നെ അസൂയ ചോദിച്ചാൽ വട്ടെന്നാ പറയാ അതിന്. പിന്നെന്തിനാ നീ ഇങ്ങനെ അയൽവാസിയുടെ അവന്റെ വായം തുറന്നിരിക്കണേ? അവന് മാത്രം എന്ത് നിനക്കൊന്നും ഇല്ലേ? എന്തിനാണ് അല്ല അവന് കൊടുത്തത് ഓർത്തിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെൻഷൻ ആവശ്യമില്ല. അവനുള്ളത് അവൻ, എനിക്കുള്ളത് എനിക്ക്. നിന്റെ റിസ്ക് വെട്ടിത്തലയാ. അള്ളാഹു നിനക്ക് എഴുതിയിരിക്കുന്ന റിസ്ക് വെട്ടാൻ ആരെ കൊണ്ടാ പറ്റുക? നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. അതാ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൈസ ഉള്ളവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഇല്ലാത്തവനാ. പൈസ ഉള്ളവനാണോ പണക്കാരൻ? പറ മനുഷ്യ. ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരനല്ലേ അംബാനി ചേട്ടൻ. അംബാനി ചേട്ടന്റെ ആർത്തിക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. പൈസ ഉള്ളവനല്ല പണക്കാരൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പൈസ ഉള്ളവനല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ആ ലോകത്തിലെ പണക്കാരൻ.